ഇന്ന് കുന്നനങ്ങാട് കൈപ്പാട് പ്രദേശത്തെ വൻതോതിൽ മാലിന്യം തള്ളി. വലിയ ചാക്കുകളിലാക്കി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളിയത് പ്രദേശവാസികൾക്ക് ദുരിതമായി തീർന്നു. അപ്പുറത്തുണ്ട് ഒരു കെട്ട്, പിന്നെ ആ റോഡ് സൈഡ്, അതായത് നമ്മുടെ കവാടത്തിന്റെ മുന്നിലായിട്ട് ആ ഒരു കൈപ്പാട്ടിലുണ്ട്. ഇതിപ്പോ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇല്ലവർക്ക് അത് ദ്രോഹമായിട്ടാണ് വരുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഇതിപ്പം പ്ലാസ്റ്റിക് മാത്രമല്ല വരുന്നത്. ഇതിലിപ്പോ ഒരുപാട് വേസ്റ്റ് കാണുന്നുണ്ട്. ഇതിൽ മാച്ചി ആയിക്കോട്ടെ, ബാക്കി ബക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇതിപ്പം പ്ലാസ്റ്റിക് ആകുമ്പോൾ ദ്രവിച്ചു പോകുന്ന സാധനം കൂടിയല്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വേസ്റ്റ് അതൊക്കെ മൊത്തം ഇവിടെ ഈ ഒരു സൈഡിൽ വരുന്നതാണ്. അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തി തന്നേ പറ്റുള്ളൂ. ഇത് എവിടുന്നുള്ളതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ഇതിലിപ്പോ ഒരുപാട് ബില്ല് കാണുന്നത് ന്യൂ ഡ്രീംസിന്റെ ആണ് കാണുന്നത്. ഒരുപാട് ബില്ല് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആണ് കൂടുതലും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു വാരിയിട്ടുള്ള മാലിന്യങ്ങൾ വരുന്നുണ്ട്. അതായത് മുളക്, പയറ് അങ്ങനെയുള്ള കുറെ മാലിന്യങ്ങൾ ഇതിന്റെ കൂടി ഉണ്ട്. അധികം കാണുന്നത് ഡ്രീംസിന്റെ ബില്ലാണ് കാണുന്നത്. പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ. ഇന്നലെ വിളിച്ച് പറഞ്ഞു, പക്ഷെ അവര് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 11 മണി വരെ ഇന്നലെ വെയിറ്റ് ചെയ്തു, പക്ഷെ ഇന്നലെ എത്തിയിട്ട് കണ്ടില്ല. കുന്നനങ്ങാട് കൈപ്പാട് പ്രദേശത്താണ് വലിയ ചാക്കുകളിലാക്കി വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മാലിന്യം തള്ളിയത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടുതൽ മാലിന്യ ചാക്കുകൾ കണ്ടെത്തി. ചാക്കുകൾ തുറന്നു പരിശോധിച്ചപ്പോൾ ചെറുകുന്നത്തറയിൽ പ്രവർത്തിക്കുന്ന ന്യൂ ഡ്രീംസ് സൂപ്പർ മാർക്കറ്റിലെ ബില്ലുകളും സാധനങ്ങൾക്ക് പതിപ്പിക്കാറുള്ള ബാർകോഡുകളും കണ്ടെത്തി. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. പഞ്ചായത്ത് തലത്തിലായാലും എങ്ങനെയായാലും ഇത് നമുക്ക് എപ്പോ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളെ പരിസരത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാം വിളാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് കാണുന്നത് ഇവര്. അപ്പൊ അതുകൊണ്ട് ഇത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ പാടില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം, പൊതുജനങ്ങളുടെ അഭിപ്രായം. നേരത്തെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മത്സ്യവേസ്റ്റായാലും അറവ് വേസ്റ്റായാലും എല്ലാം ഇവിടെ കൊണ്ട് തള്ളുന്ന സ്ഥിരം പരിപാടി തന്നെ ആയിരുന്നു. മുന്നേ ഉണ്ടായിട്ടുണ്ട്. നമ്മള് താക്കീത് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഒരുപാട് വലിയ അത്രയും വലിയ ലോഡ് കണക്കിലുള്ള വേസ്റ്റ് ആയിട്ട് കൊണ്ട് തട്ടിയിട്ടില്ല. സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വർത്തമാന ന്യൂസ്, പഴയങ്ങാടി.